സിമ്പിളായിട്ടൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയാലോ. നല്ല ഈസിയാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട റെസിപ്പിയാണ്. നമുക്ക് കുക്കറിലോട്ട് ഒരു 1/2 kg മട്ടൺ ഇട്ട് കൊടുക്കാം വിത്ത് ബോണ്. പിന്നെ അതേപോലെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചമല്ലി, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്ക, ഒരു കറുവപ്പട്ട, ഒരു ബേ ലീഫ് ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അതേപോലെ കുറച്ച് ജീരകം ചേർക്കണം. അത് ഞാൻ ചേർത്തിരിക്കുന്ന വലിയ ജീരകവും ചെറിയ ജീരകവും കുറച്ച് മിക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ക്രഷ് ചെയ്ത് പെപ്പറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഉപ്പും അതേപോലെ പാകത്തിന്. ഇതിലോട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. സവാള ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറിയുള്ളിക്കായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനൊരു 25 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 10 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിലോട്ട് 1 ലിറ്ററാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടും അതിനുശേഷം 10 വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും വേണം ആക്കാൻ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒന്നുകൂടെ കുക്ക് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആവുക. അതിനിടയിൽ അതൊന്ന് തിളച്ചോട്ടെ, അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യിൽ കുറച്ചുകൂടെ ചെറിയുള്ളി വാട്ടിയെടുക്കുക. ഒരു 5 പീസ് ചെറിയുള്ളിയും കൂടി ഇട്ടുണ്ട്. ചെറിയുള്ളി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂടും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് ഈ തിളച്ചിരിക്കുന്ന മട്ടൺ സൂപ്പിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ തിളച്ചോട്ടെ. തിളയ്ക്കുമ്പോൾ നമ്മൾ ഇടയിൽ ഇളക്കി കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ പാടെ സിങ്കാവുക. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുക്കറിൽ ഉണ്ടാക്കുക കുറച്ചുകൂടി ഈസി കേട്ടോ.